ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സിമിയ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണ്, മുട്ടക്കുറുമ. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇടിയപ്പത്തിനും പുട്ടിനും അപ്പത്തിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 4 മുട്ട എടുത്തിട്ടുണ്ട്. താറാമുട്ടയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് വെള്ളവും ഉപ്പും ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 2 വിസിൽ അടുപ്പിച്ചാൽ മതി കേട്ടോ. നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും. ഇനി നമുക്കൊരു കടായി എടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു 4 സവാള കനം കുറഞ്ഞ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. കനം കുറഞ്ഞ അരിയാണെങ്കിൽ നമുക്ക് വേഗത്തിന് വഴറ്റിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴന്ന് വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മൂടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സവാള വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ തന്നെ നിൽക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി നമുക്കിതിലോട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 2-3 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറണം. അപ്പോൾ അതിനായിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഒരു തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് പുളിപ്പാവും. അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു പകുതി തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂടി വെച്ച് നമുക്കിത് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്കതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അത് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 സ്പൂൺ മുതൽ 3/4 സ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, 4 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കണം. കരിഞ്ഞു പോവാതെ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് 1-ാം പാലാണ്. തേങ്ങയുടെ 1-ാം പാല്. അത്യാവശ്യം നന്നായിട്ട് തന്നെ കട്ടിയുള്ള 1-ാം പാലാണ് എടുത്തേക്കുന്നത് കേട്ടോ. എന്നാലാണ് നല്ല കുറുകിയ ഒരു കറി നമുക്ക് കിട്ടുള്ളൂ. ഈ ഒരു കറി നല്ല കുറുകിയിരുന്നാലാണ് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിടാം കേട്ടോ. അതിന് ശേഷം നമുക്ക് തിള വരുന്നതിന് മുന്നേ നമുക്കിത് ഓഫ് ചെയ്യണം. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം, 1 സ്പൂൺ. അപ്പോൾ അത് ഞാൻ ഇതിൽ കാണിക്കാൻ വിട്ടുപോയി. ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് തിള ഇങ്ങനെ വന്ന സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുട്ട ഒന്ന് വരഞ്ഞിട്ട് ചേർക്കുകയാണെങ്കിൽ ഇതിൻ്റെ മസാലയൊക്കെ നമ്മുടെ മുട്ടയിലേക്ക് പിടിക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് ഇതുപോലുള്ള ഈസി റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.